സ്വകാര്യ ഫിനാൻസ് മീഡിയയിൽ നിന്നും ഒരു പ്രധാന മുന്നറിയിപ്പ്. ജപ്തി ചെയ്ത വസ്തു വാങ്ങുമ്പോൾ ഏറ്റവും വലിയ റിസ്ക് നിയമപരമായ കുടുക്കുകളാണ്. ബാങ്ക് ഒറിജിനൽ ടൈറ്റിൽ ഡീഡ് കയ്യിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുക. വസ്തുവിൽ കേസുകളോ സ്റ്റേ ഓർഡറുകളോ ഉണ്ടോ എന്ന് കോടതിയിൽ നിന്നും അക്രമമായ വെരിഫിക്കേഷൻ എടുക്കണം. വീട്ടിൽ പഴയ ഉടമസ്ഥരുടെ കുടിശ്ശിക, ബിൽ, കെട്ടിട നികുതി, വൈദ്യുതി, വെള്ളം എല്ലാം ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് നോക്കുക. വസ്തുവിന്റെ യഥാർത്ഥ വില മാർക്കറ്റിൽ എത്രയാണ് എന്ന് ഒരു 2 പേർ ബ്രോക്കേഴ്സിനോട് കൂടി ക്രോസ് ചെക്ക് ചെയ്യണം. ഓപ്ഷൻ വിജയിച്ചാൽ 10% പണം അടക്കാനും ബാക്കി നിശ്ചിത സമയത്ത് തീർക്കാനും നിങ്ങൾക്ക് കഴിയുമെന്ന് ഉറപ്പാക്കുക. ബാങ്ക് നൽകുന്ന പൊസിഷൻ നോട്ടീസ്, സെയിൽ സർട്ടിഫിക്കറ്റ് എന്നിവ നിയമപരമായി ശരിയാണോ എന്ന് ഒരു അഭിഭാഷകൻ പരിശോധിക്കണം. വസ്തുവിന് നേരത്തെ ലോൺ പ്രോബ്ലം ഉണ്ടായിരുന്നോ, അതിന്റെ കാരണം എന്ത് എന്നതും മനസ്സിലാക്കുക. ബാങ്ക് കൈമാറുന്ന വസ്തുവിൽ ഒളിഞ്ഞ ഡാമേജ്, അനധികൃത നിർമ്മാണം, അതിരുകളിൽ പ്രശ്നം എന്നിവയില്ലെന്ന് സ്ഥലത്ത് ചെന്ന് പരിശോധിക്കുക. ഓപ്ഷൻ പ്രോസസ്സ് മുഴുവൻ റെക്കോർഡ് ചെയ്യാൻ എല്ലാ ഡോക്യുമെന്റുകളും കാലക്രമത്തിൽ സൂക്ഷിക്കുക. സുരക്ഷിതമായ ഒരു ഫിനാൻഷ്യൽ തീരുമാനമെടുക്കാൻ മുൻകൂർ പഠനവും നിയമോപദേശവും നിർബന്ധം. സ്വന്തം പണം സുരക്ഷിതമാക്കുക, കാരണം ഇത് ഒരു ധനകാര്യ ചാനൽ. ചിന്തിച്ചു തീരുമാനിക്കൂ. പുതിയ വിവരങ്ങൾ അറിയാൻ നിങ്ങളുടെ വിരൽത്തുമ്പിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.